കാസർഗോഡ് മോക്ക് പോളിംഗിൽ ബിജെപിക്ക് അധികമായി വോട്ട് പോയെന്ന ആരോപണം തെറ്റെന്ന് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് മോക്ക് പോൾ വിഷയവും കോടതിയിൽ പരാമർശിച്ചത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മോക്ക് പോളുമായി ബന്ധപ്പെട്ടാണ് വിവാദമുണ്ടായത്. മോക്ക് പോളിൽ ബിജെപിക്ക് അധിക വോട്ട് ലഭിച്ചെന്നായിരുന്നു വാർത്ത. എന്നാൽ ഈ വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. വിവിപാറ്റ് ഹർജിയിലെ വാദത്തിനിടെയാണ് കാസർഗോഡ് മോക്ക് പോൾ വിഷയത്തിലെ വാർത്ത അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി പരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. എല്ലാത്തിനെയും സംശയിക്കാനാകില്ലെന്ന പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. ഒന്നുകിൽ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ വോട്ടർമാർക്ക് വിവിപാറ്റ് സ്ലിപ്പ് നൽകണമെന്നായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചത്. എല്ലാം ഹർജിക്കാരോട് വിശദീകരിക്കാനാകില്ലെന്നും സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം തെരഞ്ഞെടുപ്പിനെ ഹർജിക്കാർ തമാശയാക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഹർജിയെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.